So in this class we are going to learn a new type of projection which is called as the isometric projection. നമ്മൾ ഇതുവരെ ക്വാഡ്രന്റ് ടൈപ്പ് സിസ്റ്റത്തിൽ പ്രൊജക്ഷൻ ആണ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ ഒബ്ജക്റ്റിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യുന്നു, അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെയാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആണ്. സോ let us discuss in detail about the isometric projection, its concept and how we are going to draw this. So isometric projection എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ ഇത് കുറച്ചുകൂടെ പറഞ്ഞാൽ എത്രേ ഉള്ളൂ, XY Z ആക്സിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കുറച്ചുകൂടെ പ്ലെയിനാർ ടൈപ്പ് ഓഫ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടുന്നുണ്ട്. സോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇൻ എ വേ അതൊരു 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊജക്ഷനാണ്. അല്ലെങ്കിൽ ഇൻ 3 dimension ഹൗ ദ ഒബ്ജക്ട് ഈസ് ഗോയിങ് ടു ലുക്ക് ലൈക്ക്, അതാണ് ഐസോമെട്രിക് പ്രൊജക്ഷന്റെ പ്രത്യേകത. ഓക്കെ, എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ 3 പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ പല രീതിയിൽ ഇതെല്ലാം എന്താണ് ഒരേ ഒബ്ജക്റ്റിന്റെ തന്നെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പിക്ചോറിയൽ വ്യൂ എന്നോ പെർസ്പെക്റ്റീവ് വ്യൂ എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വ്യൂ ആണ്. ഇതിനകത്തൊന്നും ഡയമെൻഷന്റെ ആക്യുറസികളില്ല. നമുക്ക് അതിന്റെ ഫിസിക്കൽ ഡയമെൻഷനുമായിട്ട് ഈ തന്നിരിക്കുന്ന റെപ്രസെന്റേഷൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ റെപ്രസെന്റേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണ്. ബിക്കോസ് ഇവിടെ കൃത്യമായ ഒരു ആക്സിസ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഒരു ആക്സിസ് സിസ്റ്റം നമുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ആക്സിസ് ആണ്, ഇതൊരു ആക്സിസ് ആണ്, ഇത് മറ്റൊരു ആക്സിസ് ആണ്. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ കൺവെൻഷനലി ഡ്രോ ചെയ്യുന്നത് XY Z ആക്സിസിലാണ്. എക്സ് വൈ ഇസഡ് ആക്സിസിലാണ് നമ്മൾ കൺവെൻഷനലി ഡ്രോ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, XY ഈ ആക്സിസുകളെല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ ഐസോമെട്രിക് എന്ന് പറയുന്ന പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുന്നത് ഐസോമെട്രിക് ആക്സിസിലാണ്. ഐസോമെട്രിക് ആക്സിസും ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഇവിടെ ഇപ്പൊ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. പക്ഷെ ഐസോമെട്രിക് ആക്സിസ് എന്താണ്, ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. പക്ഷെ അത് 90 ഡിഗ്രി അല്ല, അത് 120 ഡിഗ്രിയാണ്. എല്ലാ ആക്സിസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രിയാണ്. സോ ഇതേ ആക്സിസ് സിസ്റ്റം തന്നെ ഇപ്പൊ എന്താണ്, ഇതിനെ എക്സും ഇതിനെ വൈയും ഇതിനെ ഇസഡും ആയിട്ട് വേണം നമുക്ക് വിളിക്കാം ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ എക്സും വൈയും തമ്മിലുള്ള ആംഗിൾ 120 ആണ്, വൈയും ഇസഡും തമ്മിൽ എക്സും ഇസഡും തമ്മിൽ 120 ആണ്. സോ ഓൾ ദി ആക്സിസസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ബട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. അതാണ് ഐസോമെട്രിക് ആക്സിസിന്റെ പ്രത്യേകത. ആ പറയുന്ന ആക്സിസിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് വരയ്ക്കുന്നത്. സോ നമ്മൾ അതിന്റെ ഡയമെൻഷനെ കോറിലേറ്റ് ചെയ്യേണ്ട കേസുകൾ എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയത്രേ ഉള്ളൂ. അത് പറയുന്നുണ്ട്, ഡ്രോയിങ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഓവറോൾ ഷേപ്പ്, സൈസ്, അപ്പിയറൻസ് ഓഫ് ആൻ ഒബ്ജക്ട് പ്രയർ ടു ഇറ്റ്സ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ, നമുക്ക് അങ്ങനെ ഡിഫറെന്റ് വ്യൂസ് കൊടുത്താലും എന്താണ് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു 3 ഡയമെൻഷനലി എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ള വിഷ്വലൈസേഷൻ കുറച്ചുകൂടെ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷന് കിട്ടും. സോ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, ഐസോമെട്രിക് ആക്സിസ് എന്ന സാധനമുണ്ട്, അത് മ്യൂച്വലി ഇൻക്ലൈൻഡ് ആണ് ടു ഈച്ച് അതർ. അത് തമ്മിലുള്ള ആംഗിൾ എല്ലാം എത്രയാണ്, 120 ഡിഗ്രിയാണ്. ഓക്കെ, നൗ നമ്മൾ ഇതുവരെ പഠിച്ച XY Z ആക്സിസ് പ്രൊജക്ഷനും ഐസോമെട്രിക് ആക്സിസ് പ്രൊജക്ഷനും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന നോക്കാം. ഇതാണ് നമ്മളുടെ ഒരു കൺവെൻഷണൽ ആക്സിസ് സിസ്റ്റം. അപ്പൊ നമ്മൾ ഓർക്കുക, നമുക്കൊരു XY Z ആക്സിസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ആക്സിസിൽ നമ്മളൊരു പെന്റഗണെ കൊണ്ട് പ്ലേസ് ചെയ്തു, ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇത് നമ്മുടെ പെന്റഗണാണ്, ഇരിപ്പുണ്ട് റൈറ്റ്. അപ്പം ഇതാണ് എക്സ്, ഇത് വൈ, ഇസഡ്. സോ ഈ റിലേഷൻ നിങ്ങൾക്ക് കൃത്യമായി ഈ സ്ലൈഡിൽ പറയുന്ന റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ ഒരുപാട് എളുപ്പമാണ്. സോ കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലിയർലി. സോ ഇതാണ് നമ്മുടെ കൺവെൻഷണൽ ആക്സിസ് സിസ്റ്റം. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മൾ കാണുന്ന പെന്റഗൺ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ആണ് എൻ്റെ കൺവെൻഷണൽ എക്സും കൺവെൻഷണൽ എന്ത് വൈയും അല്ലെ. നോക്കിയാൽ ബേസ് ഇരിക്കുന്നത് XY ആണ് റൈറ്റ്. ഇനി ഹൈറ്റ് ഇരിക്കുന്നത് എവിടെയാണ്, ഇസഡ് ആക്സിസിലാണ് ഹൈറ്റ് മെഷർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതെന്തായിരിക്കും നമ്മളുടെ ഇസഡ് ആക്സിസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ആക്സിസ് എന്താണ്, 90 ഡിഗ്രി അല്ല 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇതിനെ എന്ത് പറയാൻ പറ്റും, വേണമെങ്കിൽ എക്സ് എന്നും വൈ എന്നും വിളിക്കാൻ പറ്റും. അതായത് ഇതേ XY ആക്സിസ് ആണ്
ഇവിടുത്തെ ഈ എക്സ് വൈ ആക്സിസ്. പക്ഷെ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത്. ഈ ആംഗിൾ എല്ലാം എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഇത് നമ്മൾ എങ്ങനെ കോറിലേറ്റ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഇവിടെ എക്സ് വൈ ആക്സിസുകൾക്ക് പാരലൽ ആയിട്ട് നിൽക്കുന്ന ഡയമെൻഷൻസ് ഇവിടുത്തെ, അതായത് ഐസോമെട്രിക് ആക്സിസിലെയും കറസ്പോണ്ടിങ് ആക്സിസുകൾക്ക് പാരലൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇതെടുക്കുക, എ ഇ എന്ന് പറയുന്ന ഈ എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ ഈ എഡ്ജ് എ ഇ എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലാണ്. സോ നിങ്ങൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവോ പ്രൊജക്ഷനോ വരയ്ക്കുമ്പോഴും ഐസോമെട്രിക് ആക്സിസ് വരുമ്പോഴും ഇതേ സാധനം എന്തായിരിക്കും? എ ഇ എന്നുള്ളത് ഇവിടുത്തെ വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. പാരലൽ കണ്ടീഷൻസ് അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ വെർട്ടിക്കൽ ഹൈറ്റുകൾ എല്ലാം തന്നെ, ഓൾ ദീസ് വെർട്ടിക്കൽ ഹൈറ്റ്സ് ആർ പാരലൽ ടു ദി ഇസഡ് ആക്സിസ്. സോ ഹിയർ ഓൾസോ ഓൾ ദി വെർട്ടിക്കൽ heights will be parallel to the z axis. ഈ ഒരു കാര്യം നമ്മൾ തുടക്കം തന്നെ മനസ്സിൽ വെച്ച് പോകണം. റൈറ്റ്, നമ്മൾ വരയ്ക്കുന്ന മെത്തേഡിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ എന്താണ് നമ്മുടെ കൺവെൻഷണൽ എക്സ് വൈ, അപ്പം ഈ ഒരു എക്സ് വൈ ഇസഡ് ആക്സിസ് സിസ്റ്റവും ഐസോമെട്രിക് എക്സ് വൈ ഇസഡ് ആക്സിസ് സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പടം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ ബേസ് എന്ന് പറയുന്ന പെന്റഗണിന്റെ ബേസ് ഇരിക്കുന്നത് എന്താണ്? എക്സ് വൈ ആക്സിസിലാണ്. സോ ഇവിടെ എന്തായിരിക്കും? പടം വരച്ച് വരുമ്പോഴത്തേക്കിന് നമ്മളുടെ എക്സ് വൈ ആക്സിസിൽ തന്നെ ആയിരിക്കും എന്ത്? എക്സ് വൈ തന്നെ ആയിരിക്കും നമ്മളുടെ ബേസ് വരാൻ പോകുന്നത്. അപ്പൊ ഇത് വരച്ച് ചെയ്യുമ്പോഴത്തേക്കിന് സംതിങ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇവിടുത്തെ എക്സ് വൈ പ്ലെയിനിൽ തന്നെ, അതായത് ഐസോമെട്രിക്കിലെ എക്സ് വൈ പ്ലെയിനിൽ തന്നെ ഈ പെന്റഗൺ വരയ്ക്കേണ്ടി വരും. അതാണ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം. സോ പാരലൽ കണ്ടീഷൻസ്, കൺവെൻഷണൽ എക്സ് വൈ ഇസഡ് ആക്സിസിലെ പാരലൽ കണ്ടീഷൻസ് വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദി ഐസോമെട്രിക് ആക്സിസ് സിസ്റ്റം. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാകും നമുക്ക്. ഇതിനെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കി, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഗോയിങ് ടു ബി 90 ഡിഗ്രി. റൈറ്റ്, ഓൾ ടുഗദർ ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് 120 ഡിഗ്രി. ദാറ്റ് മീൻസ് ഈവൻ ഇഫ് യു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് പിക്ക് എ പോയിന്റ്, from there if you plot 30 degree line on the either side, this is also the isometric axis. That means you have an z axis here, but this is also one of the same. ഈ സിസ്റ്റവും ഇതും എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്, മറ്റില്ല. സോ ഫിഗേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കൂടുതലും ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി വരച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് 30 ഡിഗ്രി എടുത്ത് വെച്ച് വരയ്ക്കുമ്പോൾ അതങ്ങനെ 30 ഡിഗ്രി 120 അല്ലേ എന്ന് ഓർത്തേക്കരുത്. സോ ഇവിടുന്ന് ഡിറൈവ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. രണ്ടും വൺ അറ്റ് ദ സെയിം, ദർ ഇസ് നോ ചേഞ്ച് അറ്റ് ഓൾ. ഓക്കെ, നൗ എന്തൊക്കെയാണ് പ്രത്യേകത? നമ്മൾ പറഞ്ഞു ഐസോമെട്രിക് ആക്സിസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. റൈറ്റ്, ഇനി ഈ ഇതാണ് നമ്മുടെ ഐസോമെട്രിക് ആക്സിസ് എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ ആക്സിസ് സിസ്റ്റം. ഇതാണ് നമ്മളുടെ ഐസോമെട്രിക് ആക്സിസ് അല്ലേ? So the isometric x, isometric y, isometric z. Let's say let's give an I along with that. ഇനി എന്താണ്? അപ്പം നമ്മുടെ കൺവെൻഷണൽ എക്സ് വൈ സെഡിലുള്ള അതേ പ്ലെയിൻ സിസ്റ്റം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയാൽ മതി. എക്സ് വൈ ഇസഡ്, ഇവിടുത്തെ എക്സ് വൈ പ്ലെയിനുകൾ ഇവിടെ അതുപോലെ തന്നെ. ഇനി ഞാൻ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഐസോമെട്രിക് ആക്സിസുകൾക്ക് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമെട്രിക് ലൈൻസ്. The lines which are parallel to the isometric axis. അത് ഏതെങ്കിലും ഐസോമെട്രിക് ആക്സിസിന് പാരലൽ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്? ഐസോമെട്രിക് ലൈൻസ് ആണ്. ദാറ്റ് മീൻസ് ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ സിസ്റ്റംസ് വരച്ചിട്ടാണ് നമ്മൾ ഈ സ്കെച്ചുകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ക്ലിയർലി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം പാരലൽ കണ്ടീഷൻസിലാണ് ഇത് മുഴുവൻ വരച്ചു പോകുന്നത്. അതായത് ഇവിടെ എക്സ് വൈ സെഡ്, കൺവെൻഷണൽ എക്സ് വൈ സെഡിൽ പാരലൽ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ഇവിടെയും പാരലാക്കി വരയ്ക്കാൻ പറ്റൂ. ഇവിടുത്തെ പെർപെൻഡിക്കുലാരിറ്റി ഇവിടെ പെർപെൻഡിക്കുലാരിറ്റി ഉണ്ടാക്കില്ല. പാരലൽ കണ്ടീഷൻ മാത്രമേ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. സോ നമ്മൾ ഏത് സ്കെച്ച് എടുത്തു കഴിഞ്ഞാലും ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ഐസോമെട്രിക് ലൈൻസ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കീ ആസ്പെക്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഐസോമെട്രിക് സ്കെയിലിനെ പറ്റി പഠിക്കണം. എന്തിനാണ് ഐസോമെട്രിക് സ്കെയിലിനെ പറ്റി പഠിക്കുന്നത്? യു ജസ്റ്റ് ലുക്ക് ഹിയർ. സി എക്സ് വൈ സെഡ് ആക്സിസ് നമ്മൾ പറഞ്ഞു, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എല്ലാം ട്രൂ ലെങ്തുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ നിങ്ങൾ നോക്കിയേ,
right now we have an axis which is equally inclined at an angle of 120 degree, right? So if you place a figure into this 120 degree inclination surface or an axis system, definitely നമ്മൾ കാണുന്നത് എന്തായിരിക്കും? അപ്പറന്റ് ലെങ്തുകളായിരിക്കും. ഇതൊന്നും നമ്മുടെ വ്യൂവിന് പാരലൽ അല്ല. അപ്പൊ പാരലൽ അല്ലാതെ വന്നു കഴിയുമ്പോൾ സംഭവിക്കും, നമ്മൾക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ട്രൂ ലെങ്ത് അല്ല. ട്രൂ ലെങ്ത് അല്ലാത്ത വ്യൂ ആണ് ശരിക്കും ഐസോമെട്രിക് എന്ന് പറയുന്ന സാധനം. So isometric projection, that means in short I will say that in isometric projection we don't have true lengths, we only have iso length. എന്ത് x ആണ് അല്ലെങ്കിൽ a ആണ് ഒരു ലെങ്ത് എങ്കിൽ അതിന്റെ ഐസോ ലെങ്ത് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഐസോ ലെങ്തുകളാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അത് എത്രയായിരിക്കാം? that is equal to 0.815 times or 9/11 times. That means if you have a distance a in your actual system, say your edge is, example, if your edge is some 30 mm, okay, ഇത് ഐസോയിലേക്ക് വരുമ്പോൾ എന്താവും? ഐസോമെട്രിക് ആക്സിസിലേക്ക് വരുമ്പോഴത്തേക്കിന് 30 into 0.815 എന്നായി മാറും. നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ this is how it is going to look like. ഓക്കെ, പക്ഷേ നമ്മൾ ഇതിനെ ഇങ്ങനെ കാൽക്കുലേറ്റർ യൂസ് 815 വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമുക്ക് അതിനൊരു സിസ്റ്റം ഉണ്ട്, നമുക്കൊരു ഒരു ജോഗ്രഫിക്കൽ മെത്തേഡ് ഉണ്ട്, ജോമെട്രിക് മെത്തേഡ് ഉണ്ട്. ആ ജോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഐസോ ലെങ്തുകൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഓർക്കേണ്ട ഇത്രേ ഉള്ളൂ. ഐസോ ലൈൻസ് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. 2 ഐസോ ലെങ്തുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഐസോ ലെങ്ത് എത്രയായിരിക്കും? ഒരു ലെങ്തിന്റെ 0.815 ടൈംസ് ആയിരിക്കും. അപ്പൊ എനി ലെങ്തിനെ 0.815 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ബട്ട് വി ഹാവ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ടു ഡു ദാറ്റ്. അത് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഐസോമെട്രിക് പ്രൊജക്ഷൻസ് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ഐസോമെട്രിക് വ്യൂവും ഒന്ന് ഐസോമെട്രിക് പ്രൊജക്ഷനും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ആക്ച്വൽ കേസിൽ എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ലെങ്ത് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ആക്ച്വൽ സൈസിന്റെ 0.815 ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്ന മെത്തഡോളജി, we will follow the same methodology that we use for the isometric drawings. The only thing is that we are not going to reduce the length, instead we are going to use the same length. So that means ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇതിന്റെ സപ്പോസ് ഇതിന്റെ ഇവിടെ നോക്കിയാൽ ഇത് ഐസോമെട്രിക് x ആണ്, ഇത് ഐസോമെട്രിക് y ആണ്, റൈറ്റ്? ഈ പോകുന്ന ആക്സിസ് എന്ന് പറയുന്ന സാധനം ഐസോമെട്രിക് z ആണ്. അപ്പൊ നമ്മളിവിടെ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സേ ദിസ് റെക്ടാംഗിളിൽ ഈ ഹൈറ്റ് ആക്ച്വൽ ലെങ്ത് 50, ഇത് 20, ഇത് 80 ആണ് എന്നിരിക്കട്ടെ. ഇതാണ് ഇതിന്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് ഐസോമെട്രിക് ആക്സിസ് ആണ്. ഈ ഐസോമെട്രിക് ആക്സിസിൽ 50 mm മെഷർ ചെയ്യുന്നു, ഇവിടെ 20 mm മെഷർ ചെയ്യുന്നു, വെർട്ടിക്കൽ ഹൈറ്റ്സ് 80 എടുക്കുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നൗ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. 2 dimension ആണ്. പക്ഷേ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് വന്നു കഴിയുമ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 into 0.815 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 20 into 0.815 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 80 into 0.815 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ്. സോ നിങ്ങൾ നോക്കി എന്ത് മനസ്സിലാവും? ഐസോമെട്രിക് വ്യൂ വി യൂസ് ദ ട്രൂ ലെങ്ത്, ബട്ട് ഫോർ ഐസോമെട്രിക് പ്രൊജക്ഷൻ റെഡ്യൂസ്ഡ് ഡയമെൻഷൻസ്. സോ നിങ്ങൾ ആ ഫിഗറിന്റെ സൈസിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. യു ജസ്റ്റ് കമ്പയർ ദീസ് ടു. This is bigger, this is smaller. That's the main difference that we can note here. It's very important. Isometric view projection ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാണ്, ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ. Even though the methodology is same, the dimension that we use is different. Okay, ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിക്കലി റെഡ്യൂസ്ഡ് ലെങ്തുകൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു 45 ഡിഗ്രി എടുത്തിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, അവിടുന്ന് 45 ഡിഗ്രി എടുത്തിട്ട് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഈ 45 ഡിഗ്രി എടുത്ത് വെച്ച് വരയ്ക്കുന്ന ലൈനിലാണ് നമ്മൾ ട്രൂ ലെങ്തുകൾ കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ 30 ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്തു? മറ്റൊരു ലൈനിൽ വരയ്ക്കും. ഇതാണ് നമ്മുടെ ഐസോ ലൈൻ എന്ന് പറയുന്ന സാധനം. ഐസോ ലൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മുടെ ട്രൂ ലെങ്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1 അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതാണ്
ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ലൈൻ ഉണ്ട് 1 2 3 4 ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇതിന്റെ ഐസോ ലെങ്ത് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് measure this line and plot it on the iso axis. Sorry, true length in the line. You plot it on the true length line. അപ്പോൾ എന്താണ് നമ്മളുടേത് 0 ആണ്. 1 2 3 4 എന്നിങ്ങനെ ലൈൻ കിട്ടി. ആക്ച്വൽ ലെങ്ത് എത്രയാണോ അത്. ഇത് കമ്പയർ ചെയ്തത് കാരണം ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ്. ഈ ലെങ്ത് അല്ല ഈ ലെങ്ത്. ഈ ലെങ്ത് തന്നെ ഇവിടെ വേണം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഫോർ ദ ടൈമിംഗ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സേ 0 1 2 3 4 ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിലേക്ക് പ്ലോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോന്ന് താഴേക്ക് 30 ഡിഗ്രി ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ മെഷർ ചെയ്യുന്ന ഇതാണ് ഐസോ ലെങ്തുകൾ. മീൻസ് നിങ്ങൾ നോക്കുക 0 4 എന്ന് പറയുന്ന ലൈനിന്റെ ഐസോ ലെങ്ത് എത്രയാണ്? 0i 4i ഈ ലെങ്ത് ആയിരിക്കും. അപ്പോൾ കോമ്പസിൽ ഇത് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം, ഈസിലി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് 0.815 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ ഷോർട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. വി വിൽ ഡ്രോ എ 45 ഡിഗ്രി ലൈൻ. Again we draw a 30 degree line. Then we will measure the true length on the 45 degree line. നമ്മൾ അതിനെ നേരെ വെർട്ടിക്കലി താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു to the 30 degree line, and the projection that we have obtained is called as the iso length. This iso length ആണ്. ഇത് ഐസോമെട്രിക് പ്രൊജക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഐസോമെട്രിക് പ്രൊജക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇത് നമ്മൾ ഓരോ സ്കെച്ചിന്റെയും കൂട്ടത്തിൽ വരച്ച് നമുക്ക് ഏതിൻ്റെയൊക്കെ ഐസോ ലെങ്ത് കണ്ടുപിടിക്കണോ അത് ഈ സ്കെയിലിട്ട് കണ്ടുപിടിച്ച് വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. സോ യു കൈൻഡ്ലി go through these slides again and again and get a clear picture of isometric view, isometric projection, how the isometric scale is being drawn, how can we get the isometric length. All those things you kindly study. Thank you.